الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഖബറിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ചിത്രമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഖബറിൽ എന്തെല്ലാം സംഭവിക്കുമോ അതെല്ലാം ഖബറിലല്ലാതെ മറമാടിയ ഒരു വ്യക്തിക്കും അനുഭവിക്കാനുള്ളതാണ്. ഒരാളെ കരിച്ചു കളഞ്ഞാലും കടലിൽ ഒഴുക്കിയാലും ഇനി മറ്റേതെങ്കിലും രൂപത്തിൽ മറവ് ചെയ്താലും ഖബറിൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അയാൾക്കും അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. ആ ആത്മാവിനെ മരണത്തിന് ശേഷം ആകാശലോകങ്ങളിലേക്ക് ഉയർത്തുകയും പിന്നീടത് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അതെങ്ങനെയാണ് എന്നോ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നോ നമുക്കറിയുകയില്ല. പിന്നീടുള്ളതെല്ലാം അദൃശ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അതിനെക്കുറിച്ച് കൂടുതലായി അറിയുക. വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഖബറിൻ്റെ ഇടുക്കവും ശിക്ഷയും രക്ഷയുമെല്ലാം നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒരുമിച്ച് അനുഭവിക്കാനുള്ളതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ദഖലത് അലയ്യ അജൂസാനി മിൻ ഉജുസി യഹൂദിൽ മദീന. മദീനയിലുള്ള
ജൂത മതത്തിൽപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകളിൽ നിന്നും 2 സ്ത്രീകൾ എന്നെ കാണാൻ വന്നു. ഫഖാലത്ത, അവരെന്നോട് പറഞ്ഞു, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, ഖബറിലുള്ള ആളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ജൂത സ്ത്രീകൾ വന്നുകൊണ്ട് പറയുകയാണ്, ആയിഷ, ഖബറിൽ ശിക്ഷയുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ വേദഗ്രന്ഥത്തിലൂടെ അവരുടെ പുരോഹിതന്മാരിലൂടെ അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫകദ്ദബ്തുഹുമാ, ഞാൻ അവരെ 2 പേരെയും കളവാക്കി, നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന രൂപത്തിൽ അവർ സംസാരിച്ചു. അങ്ങനെ അവർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന അജൂസൈനി മിൻ ഉജുസി യഹൂദിൽ മദീനത്തി ദഖലതാ അലയ്യ ഫസഅമതാ അന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം. റസൂലേ, ഇങ്ങനെ 2 സ്ത്രീകൾ വരികയും ഖബറാളികൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് എന്നോട് വാദിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖത, ആയിഷ, അവർ 2 പേരും പറഞ്ഞത് സത്യമാണ്. ഇന്നഹും യുഅദ്ദബൂന അദാബൻ, ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും. തസ്മഉഹുൽ ബഹായിം, മൃഗങ്ങളെല്ലാം ആ ശബ്ദം കേൾക്കുകയും ചെയ്യും. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമാ സ്വല്ലാ സ്വലാത്തൻ ബഅദ ദാലിക ഇല്ലാ സമിഅതുഹു യതഅവ്വദു മിൻ അദാബിൽ ഖബർ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ തേടാതെ ഒരു നമസ്കാരം പോലും നമസ്കരിച്ചിരുന്നില്ല. അപ്പോൾ ഖബറിൽ രക്ഷാശിക്ഷകളുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് നിഷേധിക്കുന്നവനും അതില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനും അത് അനുഭവിക്കേണ്ടി വരും. ചില ആളുകൾ പറയാറുണ്ട്, അത് വെറും തോന്നലുകൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, അത് തോന്നലുകളല്ല. ഖബറിൽ നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും ഒരുപോലെ അനുഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ് ഖബറിലെ ശിക്ഷകളും ഖബറിലെ രക്ഷകളും. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തീബ, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറയുന്നതിന് വേണ്ടി സ്വഹാബാക്കളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ഫദക്കറ ഫിത്നത്തൽ ഖബരി അല്ലതി യഫ്തതിനു ഫീഹൽ മർ, അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ ഖബറിൽ അനുഭവിക്കാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു. ഖബറിൽ എന്താണ് കാത്തിരിക്കുന്നത്, ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അനുഭവിക്കാനുള്ളത്, അവിടെ നമ്മെ കാത്തിരിക്കുന്ന അതിഥികൾ ആരെല്ലാമാണ് എന്നുള്ള വിഷയങ്ങളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് അറിയിച്ചു കൊടുത്തു. ലജ്ജൽ മുസ്ലിമൂന ലജ്ജത്തൻ, അത് കേട്ടപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം കരയാൻ തുടങ്ങി. അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഖബറിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിച്ച് വ്യത്യസ്ത രൂപത്തിലുള്ള ശബ്ദങ്ങൾ ഉറക്കെ സ്വഹാബത്തുണ്ടാക്കാൻ തുടങ്ങി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം കേട്ട് സ്വഹാബത്ത് പള്ളിയിൽ കരയുകയാണ്. അസ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹാലത് ബൈനി വബൈന അൻ അഫ്ഹമ കലാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എന്താണ് എന്ന് ആ സ്വഹാബത്തിൻ്റെ കരച്ചിൽ കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെയായി. സ്ത്രീകളുടെ ഭാഗത്താണ് അവരിയ്ക്കുന്നത്. മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ പേടിച്ച് ഉറക്കെ കരയുന്നത് മൂലം എന്താണ് പ്രവാചകൻ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സ്വഹാബത്തിൻ്റെ കരച്ചിലെല്ലാം ആറിയപ്പോൾ അസ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ അരികിലുള്ള ആളോട് ഞാൻ ചോദിച്ചു, ബാറക്കല്ലാഹു ലക്, അള്ളാഹു താങ്കൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, മാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി ഖൗലിഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്താണ് പറഞ്ഞത്?
ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, ഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂരി ഖരീബൻ മിൻ ഫിത്നത്തിൽ ദജ്ജാൽ. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഖബറിൽ ദജ്ജാലിൻ്റെ പരീക്ഷണത്തോളം കടുപ്പമുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ ഖബറിൽ അനുഭവിക്കേണ്ടി വരും. ദജ്ജാലിൻ്റെ ഫിത്നകളോളം കടുപ്പമുള്ള ഫിത്നകളാണ്, പരീക്ഷണങ്ങളാണ് ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബനൂ നജ്ജാർ ഗോത്രത്തിൻ്റെ ഒരു തോട്ടത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു കോവർ കഴുതയുടെ മുകളിലാണ് യാത്ര. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങളും പ്രവാചകൻ്റെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത അത് വിളറാൻ തുടങ്ങി. അതിനെ വിറളി പിടിച്ച് അതിൻ്റെ കാലുകൾ തെന്നിമാറാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുതപ്പുറത്ത് നിന്ന് വീഴാറായി. റസൂലുള്ളാഹി മുന്നിലേക്ക് നോക്കിയപ്പോൾ 6 ഖബറുകൾ മുന്നിലുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മയ്യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറാളികളെ കുറിച്ച് ആർക്കാണ് അറിയുക? ഒരു സ്വഹാബി പറഞ്ഞു, റസൂലേ, എനിക്കറിയാം. പ്രവാചകന്റെ ചോദ്യം, ഫമത്താ മാത ഹഉലായി, എപ്പോഴാണ് ഇവർ മരണപ്പെട്ടത്? അഥവാ ജാഹിലിയത്തിൽ ശിർക്കിലായിക്കൊണ്ടാണോ, അതല്ല ശിർക്കില്ലാത്ത ഇസ്ലാമിലായിക്കൊണ്ടാണോ ഇവർ മരണപ്പെട്ടത്? പ്രവാചകനോട് പറഞ്ഞു, മാതു ഫിൽ ഇഷ്റാഖ്, പ്രവാചകരെ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ മരണപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തലാ ഫീ ഖുബൂരിഹാ, സ്വഹാബ, ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. ഫലൗലാ അൻ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രിൽ ലദീ അസ്മഉ മിൻഹു, നിങ്ങൾ ഖബറാളികളെ ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകൾ, അതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത് പോലെ നിങ്ങൾക്കും കേൾപ്പിച്ചു തരുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ശബ്ദങ്ങൾ കേട്ടു. പ്രവാചകന്റെ കഴുത ആ ശബ്ദം കേട്ടു. ആ ഭീകരമായ ശബ്ദം കാരണം അതിന് വിരളി പിടിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ആ ശബ്ദം നിങ്ങൾക്കും കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരാളെയും നിങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമാവില്ല. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അത്രയും കടുപ്പമുള്ള പരീക്ഷണങ്ങളാണ് ഖബറിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തമാശയല്ല. ഞാനും നിങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എത്രത്തോളം സത്യമാണോ അതിനേക്കാൾ സത്യമായി സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാത്തി വൽ അശി, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഖബറിൽ അവന് ഇനി പോകാനുള്ള അവൻ്റെ സ്ഥാനം, അവൻ്റെ ഇരിപ്പിടം അത് കാണിച്ചു കൊടുക്കും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന വ ഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ, അവൻ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടവും, അവൻ നരകാവകാശിയാണെങ്കിൽ നരകത്തിലെ അവൻ്റെ ഇരിപ്പിടവും അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് മലക്കുകൾ അവനോട് പറയും, ഹാദാ മഖ്അദുക്, ഇതാണ് നിന്റെ സ്ഥലം. സ്വർഗത്തിലെ സ്ഥലം കാണിച്ചു കൊടുത്ത് നരകത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുത്ത് പറയും, ഇതാണ് നിന്റെ സ്ഥലം. ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഇതാണ് നിന്റെ സ്ഥലം എന്ന് അയാളോട് മലക്കുകൾ പറയുമെന്നാണ്. ഖബറിലേക്ക് ഒരാൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വയഅ്തീഹി മലക്കാനി, 2 മലക്കുകൾ ആ മനുഷ്യൻ്റെ അരികിലേക്ക് വരും. നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെച്ച് മുകളിൽ കല്ലുകൾ വെച്ച് മണ്ണുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ
2 മലക്കുകൾ നമ്മുടെ ഖബറിലേക്ക് വരികയും ഫയുജ്ലിസാനിഹി ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും ചെയ്യും. ഫയഖൂലാനി ലഹ് എന്നിട്ട് ആ മനുഷ്യനോട് ആ 2 മലക്കുകൾ ചോദിക്കുകയാണ്, മൻ റബ്ബുക നിന്റെ റബ്ബാരാണ്. പിന്നീട് ചോദ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ആ ചോദ്യം ഏതെങ്കിലും ഒരു ഉസ്താദ് തലക്കരികിലിരുന്ന് തൽഖീൻ ചൊല്ലുമ്പോൾ മറുപടി പറയാൻ കഴിയുന്ന ചോദ്യമല്ല. ഏതെങ്കിലും ഒരു പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതി അത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല ഖബറിലുള്ളത്. ഒന്നാമതായി ചോദിക്കും, മൻ റബ്ബുക നിന്റെ റബ്ബാരാണ്. ഈ ദുനിയാവിൽ തൻ്റെ കച്ചവടത്തേക്കാൾ, തൻ്റെ ഇണയേക്കാൾ, തൻ്റെ സമ്പത്തിനേക്കാൾ, അവൻ്റെ വ്യവഹാരങ്ങളേക്കാൾ, അവൻ്റെ ദുനിയാവിനേക്കാൾ എനിക്ക് വലുതെൻ്റെ റബ്ബാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ കഴിഞ്ഞവരാരാണോ അവർക്ക് പറയുവാൻ സാധിക്കും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക നിന്റെ ദീനേതാണ്? ഇസ്ലാമിൻ്റെ സംസ്കാരം മുറുകെ പിടിച്ച, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, ഇസ്ലാമിൻ്റെ ഷിആറുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യന് പറയുവാൻ സാധിക്കും, ദീനി അൽ ഇസ്ലാം, എൻ്റെ മതം ഇസ്ലാമാണ്. മൂന്നാമത്തെ ചോദ്യം, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും പ്രവാചകനെ കാണിച്ചു തന്നുകൊണ്ട് ചോദിക്കും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്? പ്രവാചകന്റെ സുന്നത്തുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ പറയും, അത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നാലാമത്തെ ചോദ്യം, വമാ യുദ്രീക് ഇതെല്ലാം നീ എങ്ങനെ മനസ്സിലാക്കി? എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റസൂല് മുഹമ്മദാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് പറഞ്ഞവനോടുള്ള നാലാമത്തെ ചോദ്യം, വമാ യുദ്രീക് ഇതെല്ലാം നിനക്കെങ്ങനെ മനസ്സിലായി? ആ മനുഷ്യൻ പറയുമെന്നാണ്, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, ഞാൻ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഫആമൻതു ബിഹി ഞാനതിൽ വിശ്വസിച്ചിട്ടുണ്ട്, വസദ്ദഖ്തു ഞാനതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അവൻ ഖുർആൻ പഠിക്കുന്നവനായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, പ്രവാചകനെ മനസ്സിലാക്കാത്ത, ദീനിനെ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യന് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, അവിടെ ഏതെങ്കിലും ഒരു ചെപ്പടി വിദ്യ കൊണ്ട് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും അങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫയുനാദി മുനാദിൻ മിനസ്സമാ ആകാശത്തു നിന്നൊരാൾ വിളിച്ചു പറയും, അൻ സ്വദഖ അബ്ദി എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അവന് വലുത് അവൻ്റെ റബ്ബായിരുന്നു, അവന് വലുത് അവൻ്റെ ദീനായിരുന്നു, അവനെല്ലാത്തിനേക്കാൾ പ്രിയപ്പെട്ടത് അവൻ്റെ പ്രവാചകനായിരുന്നു. അൻ സ്വദഖ അബ്ദി എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫഅഫ്രിശൂഹു മിനൽ ജന്ന നിങ്ങൾ അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ നൽകുക, വഅൽബിസൂഹു മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നൽകുക, വഫ്തഹു ബാബൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അവൻ്റെ ഖബറിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് ആകാശത്തു നിന്നൊരാൾ വിളിച്ചു പറയും. മലക്കുകൾ അവനോട് പറയും, ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ നീ ഇത് പറയുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, നിനക്ക് ഈ ഉത്തരം പറയാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം ദുനിയാവിൽ റബ്ബിനെ പേടിച്ച് ജീവിച്ചവനാണ് നീ, ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചവനാണ് നീ, പ്രവാചകന്റെ സുന്നത്തുകളെ നെഞ്ചോട് ചേർത്ത് വെച്ചവനാണ് നീ. അതുകൊണ്ട് നിനക്ക് ഈ ഉത്തരം പറയാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ثم يفسح له في قبره 70 ذراعا في 70 പിന്നീട് അവൻ്റെ ഖബർ 70 മുഴത്തോളം വിശാലമാവുകയാണ്. ثم ينبر له فيه പിന്നീട് അവൻ്റെ ഖബർ വെളിച്ചം കൊണ്ട് നിറക്കപ്പെടുകയാണ്. ثم يقال له نم പിന്നീട് അവനോട് പറയപ്പെടും, നം നീ ഉറങ്ങിക്കോ, ഇനി നിനക്ക് വിശ്രമമാണ്.
ദുനിയാവിൽ ഓടി നടന്നവനാണ് നീ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിയർപ്പൊഴുക്കിയവനാണ് നീ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമിളച്ചവനാണ് നീ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടിപുരണ്ട ശരീരമാണ് നിൻ്റേത്. ദുനിയാവിൽ ഓടി ഓടി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഓടിത്തളർന്ന കാലുകളാണ് നിൻ്റേത്. അതുകൊണ്ട് നീ ഉറങ്ങിക്കോ, ഇനി നിനക്ക് പ്രവർത്തനങ്ങളില്ല, ഇനി നിനക്ക് വിശ്രമമാണ്. ആ മനുഷ്യൻ പറയും, അർജിഉ ഇലാ അഹ്ലി ഫഅഖ്ബിറുഹും, എന്നെ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് തിരിച്ചേക്കുമോ? എനിക്ക് ലഭിച്ച ഈ സുഖസൗകര്യങ്ങളെക്കുറിച്ച് എൻ്റെ കുടുംബക്കാർക്കൊന്ന് അറിയിച്ചു കൊടുക്കാനാണ്. മലക്കുകൾ പറയും, നം കനൗമത്തിൽ ഉറൂസ്, ഒരു പുതുമണവാളൻ തൻ്റെ മണിയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ നീ കിടന്നുറങ്ങിക്കോ. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, ആ സമയത്ത് അവൻ്റെ ഖബറിലേക്കൊരു മനുഷ്യൻ വരും, നല്ല മുഖകാന്തിയുള്ള, ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധമുള്ള, ഹസനു സിയാബ്, നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ച ഒരാൾ അവൻ്റെ ഖബറിലേക്കെത്തും. ഖബറാൾ ചോദിക്കും, മൻ അൻത്, നീ ആരാണ്? വന്നയാൾ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്, ദുനിയാവിൽ നീ ചെയ്ത നന്മകളാണ് ഞാൻ. ആരും കാണാതെ നീ ചെയ്ത ദാനങ്ങളുണ്ടല്ലോ, ഒറ്റയ്ക്കിരുന്ന് നീ ഓതിത്തീർത്ത ഖുർആനിൻ്റെ വചനങ്ങളുണ്ടല്ലോ, പാവങ്ങളെ നീ സഹായിച്ച സഹായങ്ങളുണ്ടല്ലോ, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിച്ച പുഞ്ചിരികളുണ്ടല്ലോ, അള്ളാഹുവിലേക്ക് നീ കൈകളുയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ടല്ലോ, അന അമലുക സ്വാലിഹ്, അത്തരത്തിലുള്ള നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമെന്നാണ്, റബ്ബി അഖിമിസ്സാഅ, അള്ളാഹുവേ അന്ത്യനാളൊന്ന് നീ പെട്ടെന്നാക്കണമേ. കാരണം അയാൾക്ക് പ്രതീക്ഷയാണ്, സ്വർഗത്തിലെ സ്ഥാനങ്ങൾ അയാൾ കാണുകയാണ്, സ്വർഗത്തിലെ വാതിൽ അയാൾക്ക് വേണ്ടി ഖബറിലേക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ ആ മനുഷ്യൻ ധൃതി കൂട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആ രൂപത്തിലുള്ള ഒരു ഖബർ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ശ്വാസം നിലക്കാത്ത, കണ്ണുകൾ അടഞ്ഞു പോയിട്ടില്ലാത്ത ഈ ഒരു സമയം അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ സ്വർഗീയ രൂപത്തിലാക്കി നമ്മുടെ ഖബറിനെ മാറ്റി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് അവന് വഴിപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ ഖബർ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിയില്ലാത്ത, തെമ്മാടിയായി തോന്നിവാസിയായി ജീവിതം നയിച്ച ഒരാൾ, അവനോടും ഖബറിൽ ചോദ്യങ്ങളുണ്ട്. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ്റെ ഉത്തരം ഹാ ഹാ ലാ അദ്രി, എനിക്കറിയുകയില്ല എന്നുള്ളതാണ്. മലക്കുകൾ പറയും, ലാ ദറൈത വലാ തലൈത്, നീയൊന്നും പഠിച്ചിട്ടുമില്ല, നീയൊന്നും പാരായണം ചെയ്തിട്ടുമില്ല. ثم يضرب بمطرقة من حديد ضربة بين أذنيه, മലക്കുകൾ അവരുടെ കൈകളിലുള്ള ഒരു ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് അയാളുടെ രണ്ട് ചെവികൾക്കിടയിൽ ഒരു അടി അടിക്കുന്നതാണ്. ആ ദണ്ടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മലയിലാണ് ആ ദണ്ടുകൊണ്ട് അടിക്കുന്നത് എങ്കിൽ ആ മല മുഴുവൻ മണ്ണായി പോകുന്നതാണ്. അത്രയും ഭാരമുള്ള, അത്രയും ശക്തിയുള്ള ഒരടി മലക്കുകൾ അയാളെ അടിക്കുന്നതാണ്. ഫയസ്വീഹു സ്വയ്ഹതൻ യസ്മഉഹാ മൻ യലീഹി ഇല്ല തഖലൈൻ, ആ അടിയുടെ ഗാംഭീര്യം മൂലം ആ മനുഷ്യൻ ഉറക്കെ നിലവിളിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഖബറിനരികിലുള്ള ചില റിപ്പോർട്ട് പ്രകാരം കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ നിലവിളി കേൾക്കുന്നതാണ്. എന്നാൽ മനുഷ്യനും ജിന്നിനും അത് കേൾക്കാൻ സാധിക്കുകയില്ല. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അൻകദബ, അവൻ കളവ് പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിഷൂഹു മിനന്നാർ, അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ നിങ്ങൾ അവന് നൽകുക. ഇനി അവൻ്റെ വിശ്രമം ഖബറിൽ നരകത്തിൽ നിന്നുള്ള വിരിപ്പിലാണ്. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ അവന് തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, ആ വാതിൽ കൂടെ അവൻ്റെ ഖബറിലേക്ക് നരകത്തിൻ്റെ ചൂടും നരകത്തിൻ്റെ കരിമ്പുകയും ഉഷ്ണക്കാറ്റും അവൻ്റെ ഖബറിലേക്ക് എത്തുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ആ ഇടുങ്ങിയ കുഴി അത് മാത്രമല്ല ഖബർ എന്ന് പറഞ്ഞാൽ. ഖബറിലെ കാഴ്ചകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മൾക്ക് കാണാൻ കഴിയാത്ത പല വിധത്തിലുള്ള കാഴ്ചകളും ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഖബറിലേക്ക് നരകത്തിൽ നിന്നുള്ള വാതിലുകൾ തുറക്കപ്പെടും. നരകത്തിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റും നരകത്തിൽ നിന്നുള്ള അതിചൂടുള്ള കരിമ്പുകയും അവൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഫയുളയ്യഖു ലഹു ഖബ്റുഹു, അവൻ്റെ ഖബർ ഇടുങ്ങാൻ തുടങ്ങും. അവൻ്റെ വാരിയെല്ലുകൾ പരസ്പരം കൂടിപ്പിണയുമാറ് അവൻ്റെ ഖബറുകൾ ഇടുങ്ങാൻ തുടങ്ങും. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹി, ആ സമയത്ത് അവൻ്റെ ഖബറിലേക്ക് വളരെ മോശപ്പെട്ട ഒരു മുഖമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ഖബറിലേക്ക് വരും. മുൻതിനുർ റീഹ്, വളരെ ദുർഗന്ധം അവൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്നുണ്ടാകും. ഫയഖൂൽ, ആ വന്ന മനുഷ്യൻ പറയും, അബ്ശിർ ബില്ലദീ യസൂഉക്, നിനക്ക് ലഭിച്ച ഈ മോശം അവസ്ഥകളുണ്ടല്ലോ, അതുകൊണ്ട് നീ സന്തോഷിക്കുക. ഹദാ യൗമുകല്ലദീ കുൻത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്തിരുന്ന ദിവസമാണിത്. നീ നിഷേധിച്ച് തള്ളിയിരുന്ന, നീ പരിഹസിച്ചിരുന്ന, നീ നിസ്സാരമാക്കി കണ്ടിരുന്ന ആ വാഗ്ദത്ത ദിവസമുണ്ടല്ലോ, ആ ദിവസമാണിത്. ആ മനുഷ്യൻ ചോദിക്കും, മൻ അൻത്, നീ ആരാണ്? ആഗതൻ പറയും, അന അമലുക്കൽ ഖബീർ, ഞാൻ നിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ദുനിയാവിൽ വെച്ച് നീ കേട്ട സംഗീതങ്ങളാണ് ഞാൻ. ദുനിയാവിൽ വെച്ച് നീ കണ്ട തോന്നിവാസങ്ങളാണ് ഞാൻ. ദുനിയാവിൽ വെച്ച് നീ സംസാരിച്ച വൃത്തികെട്ട വാക്കുകളാണ് ഞാൻ. നിന്റെ കച്ചവടത്തിൽ നീ കാണിച്ച വഞ്ചനയാണ് ഞാൻ. അന അമലുക്കൽ ഖബീർ, ഞാൻ നിന്റെ മോശപ്പെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ് എന്ന് അയാൾ പറയും. ഖബറാളി പ്രാർത്ഥിക്കുമെന്നാണ്, റബ്ബിലാ തുഖിമിസ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കരുതേ. എന്നാൽ ഇതിനേക്കാൾ കടുപ്പമുള്ള പരീക്ഷണങ്ങളാണ് അതിനുശേഷം അയാളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്രമിക്കാതെ പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്രമം അത് ഖബറിലാണ്. ദുനിയാവ് പ്രവർത്തനത്തിൻ്റെ ലോകമാണ്. നാളെ പരലോകം, ഖബർ ജീവിതം അത് വിശ്രമത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് തന്നെ വിശ്രമിക്കാതെ ദുനിയാവിൽ പണിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സുഖാനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ പൂന്തോട്ടമാക്കി നമ്മുടെ ഖബറിനെ മാറ്റി തീർക്കുമാറാകട്ടെ. സ്വർഗത്തിലെ വിരികൾ നൽകി, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നൽകി, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു തരുന്ന ആ രൂപത്തിലുള്ള ഖബറാക്കി നമ്മുടെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ ശിക്ഷകളിൽ നിന്നും നമ്മുടെ ഖബറിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഹംസക്കുട്ടിക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്നവന് നരകത്തിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ അവൻ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ അവൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.